ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. ആമുഖം 395 ആർട്ടിക്കിളുകൾ, 8 ഷെഡ്യൂളുകൾ, ഇത്രയും ചേരുന്നതാണ് ഭരണഘടന. മൗലിക അവകാശങ്ങൾ: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിവയാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ സ്വത്തവകാശം കൂടെ ഉണ്ടായിരുന്നു. 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1978 ഇത് നീക്കം ചെയ്തു. മൗലിക കടമകൾ: 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. പാർലമെന്റ്: 3 പ്രധാന ഘടകങ്ങൾ ചേരുന്നതാണ് പാർലമെന്റ്: രാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ. ഷെഡ്യൂളുകൾ: 8ാം ഷെഡ്യൂൾ അനുസരിച്ച് 18 ഭാഷകളെ ഭരണഘടന അംഗീകരിക്കുന്നു. ആദ്യം 14 ഭാഷകളായിരുന്നു ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 1967 21ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിന്ധിയും 1992 71ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകളും 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി. 356ാം വകുപ്പ്: പ്രസിഡന്റ് ഭരണം. സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ യന്ത്രം പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ പ്രസിഡന്റ് തന്നെ നേരിട്ട് സംസ്ഥാനങ്ങളുടെ ഭരണം ഏറ്റെടുക്കുന്നു. 370ാം വകുപ്പ്: ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി 5 വർഷം. 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997-2002. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാഷ്ട്രത്തിന്റെ പേര് ഇന്ത്യ. ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഭാരതത്തിൻ്റേത്. 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്നു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു കരട് ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ. അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് വിളിക്കുന്നു. ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പാർലമെന്ററി വ്യവസ്ഥ, ഏകപൗരത്വം എന്നിവ ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടതാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നാം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച മൗലിക ചുമതലകൾ മുൻ സോവിയറ്റ് ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചുമതലകൾ 320ാം വകുപ്പ് പ്രകാരമാണ്. ഒരു ഇന്ത്യൻ പൗരന് തൻ്റെ പൗരത്വം നഷ്ടപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ 3 പരിത്യാഗം, പൗരത്വം നിർത്തൽ ചെയ്യൽ, പൗരത്വാപഹാരം എന്നിവയാണ്. ഏത് അവകാശമാണ് ഇന്ത്യയിൽ കഴിയുന്ന ഒരു വിദേശ പൗരന് ഇല്ലാത്തത്? വോട്ട് ചെയ്യൽ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങൾ ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പു നൽകുന്നു. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14-18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19-22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23-24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25-28. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29-30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്ന് പറയുന്നു. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ ശബ്ദാർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ്. 44ാം വകുപ്പ് അനുസരിച്ച് രാജ്യത്തിനാകമാനം ബാധകമായ ഒരു സിവിൽ നിയമസംഹിത നിർമ്മിക്കാം. 47ാം വകുപ്പ് അനുസരിച്ച് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപയോഗം തടയുകയും ചെയ്യുക എന്നതാണ്.
ചരിത്രപരമായ കൗതുകമുള്ളവയും ദേശീയ പ്രാധാന്യമുള്ളവയുമായ എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് 49-ാം വകുപ്പ്. 50-ാം വകുപ്പ് അനുസരിച്ച് നീതിന്യായ വകുപ്പിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യാം. അന്തർദേശീയ തർക്കങ്ങൾ മാധ്യസ്ഥ മുഖേന പരിഹരിക്കുവാൻ ശ്രമിക്കുക എന്നതാണ് 51-ാം വകുപ്പ്. 14-ാം വകുപ്പ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 17-ാം വകുപ്പ് അയിത്ത നിർമാർജനം. 18-ാം വകുപ്പ് ബഹുമതികൾ നിർത്തലാക്കൽ. 19-ാം വകുപ്പ് 6 മൗലിക അവകാശങ്ങൾ. 21-ാം വകുപ്പ് ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. 22-ാം വകുപ്പ് അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരായ സംരക്ഷണം. 23-ാം വകുപ്പ് ചൂഷണത്തിനെതിരായ അധികാരം. 24-ാം വകുപ്പ് ബാലവേല നിരോധനം. 25, 28-ാം വകുപ്പ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 36, 51-ാം വകുപ്പ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. 40-ാം വകുപ്പ് പഞ്ചായത്തുകളുടെ രൂപീകരണം. 45-ാം വകുപ്പ് 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം അനുവദിക്കുന്ന നിയമം. 123-ാം വകുപ്പ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നു. 143-ാം വകുപ്പ് സുപ്രീം കോടതിയോട് ഉപദേശം ആരായാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന വകുപ്പ്. 226-ാം വകുപ്പ് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്നു. 280-ാം വകുപ്പ് ധനകാര്യ കമ്മീഷൻ. 324-ാം വകുപ്പ് ഇലക്ഷൻ കമ്മീഷൻ. 352-ാം വകുപ്പ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 356-ാം വകുപ്പ് രാഷ്ട്രപതി ഭരണം. 360-ാം വകുപ്പ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. 368-ാം വകുപ്പ് ഭരണഘടനാ ഭേദഗതി. 370-ാം വകുപ്പ് ജമ്മു കാശ്മീരിനെ സംബന്ധിക്കുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ചേർന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ സമിതി. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ക്യാബിനറ്റ് സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ പാർലമെന്റിന് 2 സഭകളാണുള്ളത്, അധോമണ്ഡലവും ഉപരിമണ്ഡലവും. രാഷ്ട്രപതി നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമോന്നതാധികാരിയും സർവ്വസൈന്യാധിപനുമാണ് രാഷ്ട്രപതി. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൗരനാണ്. പാർലമെന്റിലെ 2 സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ ഒഴിവ് 6 മാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം. സംസ്ഥാന ഗവർണർമാർ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, UPSC ചെയർമാൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറ്റു ജഡ്ജിമാർ, ഇന്ത്യൻ അംബാസിഡർ, ഹൈക്കമ്മീഷണർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ പ്രകാരം ഭരണകൂടത്തിന്റെ ഉന്നത അവകാശങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. പാർലമെന്റിലെ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനം എടുക്കുന്നത് രാഷ്ട്രപതിയാണ്. രാജ്യസഭയിലേക്ക് കലാ സാംസ്കാരിക മേഖലയിൽ പേരെടുത്ത 12 പേരെയും ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെയും നാമനിർദ്ദേശം ചെയ്യാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്കാണ് നൽകുന്നത്. ആർട്ടിക്കിൾ 72 അനുസരിച്ച് വധശിക്ഷ വിധിച്ചവർക്ക് മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. എതിർപ്പില്ലാതെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതും നീലം സഞ്ജീവ റെഡ്ഡി തന്നെയാണ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഫൈറോൺ സിംഗ് ഷെഖാവത്ത്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ്. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യേണ്ടി വരാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പാർലമെന്റിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ഇന്ത്യയിലെ ആദ്യ വ്യക്തി ദേവഗൌഡയാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റാണ്. പാർലമെന്ററി കമ്മിറ്റികൾ: പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നിവയാണ് പാർലമെന്റിലെ 3 ധനകാര്യ കമ്മിറ്റികൾ. ലോക്സഭയിൽ അംഗമാകുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോക്സഭ വർഷത്തിൽ 2 പ്രാവശ്യം സമ്മേളിക്കേണ്ടതാണ്. ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിക്കുന്നത്. 50 അംഗങ്ങൾ പിന്താങ്ങിയാൽ ലോക്സഭയിൽ അവിശ്വാസം അവതരിപ്പിക്കാം. ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആദ്യ ലോക്സഭയിലെ അംഗങ്ങൾ 499 ആയിരുന്നു.
ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് YB ചവാനായിരുന്നു. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. രാജ്യസഭയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ 245 രാജ്യസഭാംഗമാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. രാജ്യസഭയുടെ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ്. ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥ കനേഡിയൻ ഭരണഘടനയെ മാതൃകയാക്കിയിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ 7ാം പട്ടികയിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള പൊതു ലിസ്റ്റിനെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. സുപ്രീം കോടതി സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു നിയമ സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി വിഭാവനം ചെയ്യുന്നത്. ഏകീകൃതമായ ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഭാരതത്തിനുള്ളത്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 26 ജഡ്ജിമാരുണ്ട്. ഇന്ത്യയിൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഹൈക്കോടതി ജഡ്ജിയെയാണ് സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജിയായി നിയമിക്കുന്നത്. ഭരണഘടനയുടെ രക്ഷകർത്താവ് സുപ്രീം കോടതിയാണ്. അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയിൽ 250, 352, 353, 354, 355, 356 എന്നീ വകുപ്പുകളിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ക്യാബിനറ്റിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഭരണഘടനയുടെ 352(1) വകുപ്പ് പ്രകാരം ഇതുവരെ 3 തവണ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1962 ഒക്ടോബറിൽ ചൈനയുടെ ആക്രമണത്തെ തുടർന്നായിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥ. 1971 ഡിസംബറിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ തുടർന്ന് വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ജൂണിൽ ആഭ്യന്തര സംഘർഷങ്ങൾ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 360 വകുപ്പ് പ്രകാരം ധനപരമായ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താം. പഞ്ചായത്ത് രാജ്. രാജസ്ഥാനിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായി നിലവിൽ വന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കിയത്. 1952 ഒക്ടോബർ 2 ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്. പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കാത്ത സംസ്ഥാനമാണ് നാഗാലാൻഡ്. പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19